സോ വാട്സപ്പ് ഗായ്സ്, നമ്മൾ കുറേ നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. എന്തായാലും എല്ലാവർക്കും ട്രേഡ് വിത്ത് അശ്വിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. എന്നാലും കണ്ടവർക്ക് പറയാം, നമ്മൾ കുറേയധികം ലോണിനകത്ത് കയറി മുടിഞ്ഞായിരുന്നു. അങ്ങനെ പേഴ്സണൽ ലോണുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ട്രേഡിനകത്തോട്ട് ഇട്ട് ആ പൈസ എല്ലാം കളഞ്ഞു. പിന്നെ ലോണുകളെല്ലാം കൂടിയൊരു നിലയിലെത്തിയായിരുന്നു. അപ്പം ആ ഒരു നിലയിലെത്തിയിൽ നിന്നും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോണുകൾ മിക്കതും ക്ലോസ് ചെയ്തു. എനിക്കിനി ഒരു 500-600 രൂപയുടെ കാട്ടിയുള്ളൂ ക്ലോസ് ചെയ്യാനായിട്ട്. എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്ക് 50,000 രൂപയുടെ ലോണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സ്വന്തം ഇതിലാണ് ഞാൻ ക്ലോസ് ചെയ്തത്. വീട്ടുകാർ പൈസയൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ട്രെയിനിങ് അല്ലാതെ വേറൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഫിഷുകളെ സെയിൽ ചെയ്യുന്നൊരു ബിസിനസ് ഉണ്ട്. അതല്ലാതെ എനിക്ക് വേറെ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സുകളുണ്ട്. എനിക്ക് 20 വയസ്സാണ് ആയിരിക്കുന്നത്. എൻ്റെ പേര് അശ്വിൻ എന്നാണ്. എല്ലാവർക്കും അറിയത്തില്ലായിരിക്കണം, കാരണം എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കാര്യം കാണാറില്ല. പക്ഷേ ഇപ്പം എൻ്റെ ലോണുകൾ മിക്കതും ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ ബിസിനസ്സിൻ്റെ ആ ഒരു സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത്. എന്നാലും ട്രേഡിങ് ഇപ്പോഴും ഞാൻ വിട്ടിട്ടൊന്നുമില്ല. ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കഴിഞ്ഞ 3 മന്ത്സായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ട്രേഡിങ് കാര്യങ്ങളെല്ലാം. പിന്നെ എൻ്റെ ട്രേഡിങ്ങിൻ്റെ ബുക്സ്, ഇതാണ് ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെയുള്ള എൻ്റെ ഒരുപാട് ബുക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പിന്നെ ഓരോ ദിവസമായിട്ട് എൻ്റെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അതായത് ഞാൻ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കത് ലോസാണോ പ്രോഫിറ്റാണോ എല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് നമ്മളൊരു ജേർണൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വേറെ കാര്യങ്ങളായിട്ടുള്ള ട്രേഡിങ് സൈക്കോളജി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക്. ഞാനത് 3 മാസമായിട്ട് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാത്തിനെയും കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ ട്രേഡിനകത്ത് എനിക്ക് വിന്നാണോ പ്രോഫിറ്റാണോ ലോസാണോ എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്കിനകത്താണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. എൻ്റെ ജേർണൽ ചെയ്യുന്നൊരു ബുക്കാണ്. ഈ സാധനം കാണുന്നത്. അതിനകത്ത് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് കാര്യങ്ങളാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാനെൻ്റെ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രാറ്റജി ഉണ്ടാക്കിയത് വെച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. 3 മാസമായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനായിരുന്നു. അതായത് 3 മാസം എൻ്റെ സൈക്കോളജി ബെറ്റർ ആക്കാനുള്ള പ്ലാനാണ്. അതായത് ഇപ്പം 2 മാസം കഴിഞ്ഞു. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, ഇനി ഒക്ടോബർ മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സൈക്കോളജി പൂർണ്ണമായിട്ടും എനിക്ക് കൈ കിട്ടിയെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകുന്നവരെ നമ്മുടെ വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ തീർന്നതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചയോളം പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. 14 ദിവസം ഞാൻ കണ്ടിന്യൂസ് പ്രോഫിറ്റ്, 1 രൂപ കളഞ്ഞിട്ടില്ല, കണ്ടിന്യൂസ് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഞാൻ ഒരുപാട് പഠിച്ചതുകൊണ്ട് എൻ്റെ ക്യാപിറ്റൽ മൊത്തം പോയിട്ടില്ലെന്ന് ഞാൻ പറയാൻ വേണ്ടി പറ്റുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇതേപോലെ അടുത്ത വീഡിയോകൾ വരുന്നവരെ സൈനിങ് ഓഫ്.